അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാമല്ലോ, നമ്മുടെ ഇഞ്ചിക്കാട്ടിലാണ്. വണ്ടിപ്പെരിയാർ 9-ാം വാർഡിൻ്റെ നമ്മുടെ മോഹൻ ആളുടെ വീട്ടിൽ. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഏറ്റവും ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു വരവ് കൂടി നമ്മൾ വരേണ്ടി വരും എന്ന്. കാരണം ഇവിടെ കറണ്ട് കൊടുത്ത് കറണ്ടിൽ ആ വെളിച്ചത്തിൽ കുട്ടികളിരുന്ന് പഠിക്കുന്നത് കാണിക്കാൻ. അപ്പം നമ്മളോടൊപ്പം ഹാഷിനിയും ഉണ്ട്. ഹാഷിനി, എന്നാണ്ട് ഈ കറണ്ട് കിട്ടിയിട്ട് എങ്ങനെ സന്തോഷമുണ്ട്? ഒത്തിരി സന്തോഷമാണ്. എല്ലാ ന്യൂസ് ചാനലുകൾക്കും, കളക്ടർ സാറിനും, കറസ്പോണ്ടന്റ് സാറിനും, പ്രിൻസിപ്പൽ മാമിനും ഒത്തിരി നന്ദിയാണ്. ഇന്ന് മെഴുകുതിരി വെട്ടത്തിൽ പഠിക്കണ്ട. അതെ അല്ലേ മോളെ, പറഞ്ഞേ എന്നെ എങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു? സന്തോഷമായിരുന്നു. വെളിച്ചത്തിൽ പഠിക്കാൻ, മെഴുകുതിരി വെട്ടത്തിൽ പഠിക്കണ്ട. എല്ലാ ന്യൂസ് ചാനലുകൾക്കും ഒത്തിരി നന്ദിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മോഹൻ ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി അതിൻ്റെ പുറകെ നടന്ന വ്യക്തിയാണ് മോഹൻ. എന്താണ് ഇപ്പോൾ കറണ്ട് കിട്ടി. കളക്ടർ സാറിനെ പോയി കണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് കറണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറിക്കും ജിബിൽ സാറ് ഏവോ സാറിനും എല്ലാ ചാനലുകാർക്കും ഒത്തിരി നന്ദി. കറണ്ട് കിട്ടി. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഒരു കാര്യം പറഞ്ഞതാണ്, നമ്മുടെ മോഹൻ്റെ അച്ഛനാണ് വിജയൻ. അദ്ദേഹമാണ് ഈ വീട്ടിൽ ആദ്യം കുറേ വർഷങ്ങളായിട്ട് താമസം വന്നിരുന്നത്. അദ്ദേഹം ഈ കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് KCB അധികൃതരെയും അതോടൊപ്പം പഞ്ചായത്തിനെയും നമ്മുടെ പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെൻറ്റിനെയും നമ്മുടെ ക്ലബ്ബിലെ ഭാരവാഹികളൊക്കെ കണ്ട് ഒരുപാട് അതിൻ്റെ പുറകെ നടന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് കറണ്ട് കിട്ടിയതിൽ? കറണ്ട് കിട്ടിയ ഒരു സന്തോഷമുണ്ട്. കളക്ടർ സാറിനും EPയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ എല്ലാവർക്കും ഉള്ള സന്തോഷമുണ്ട്. അതുപോലെ ഒരു ലെറ്റർ തെറ്റ് കിട്ടിയതാണ് ഇവർക്കുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു. അതിപ്പം ഇന്നലെ ഒരു ലെറ്റർ കിട്ടിയപ്പോൾ സാർ വന്ന് എനിക്ക് എല്ലാ ഏർപ്പാടും ചെയ്ത് കൊടുത്തു. ഒത്തിരി സന്തോഷമുണ്ട്. അതെ, അതായത് ഒരു ലെറ്റർ കിട്ടി. ഇന്ന് രാവിലെ തന്നെ പണികൾ ആരംഭിച്ച് 4 മണിയോട് കൂടി തന്നെ ഇവിടെ കറണ്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ നമ്മളോടൊപ്പം ഉണ്ട്. സാർ, എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു പ്രവർത്തനം? നമുക്ക് ഒരു 2 മാസം മുമ്പ് നേച്ചർ ക്ലാമിറ്റീസിൽ നമ്മുടെ ബംഗ്ലാവിന് വേണ്ടി ഒരു 3 ഫേസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കെയ്റ്റ് കണക്ഷനായിരുന്നു. അത് ടൗണിൽ ഡോറി സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ അവിടുത്തെ പോസ്റ്റുകളും അതിൻ്റെ ബോക്സ് എല്ലാം ത്രയിച്ച് പോയ കാരണം കൊണ്ട് ഇവർക്ക് ഈ ക്ലബ്ബുകാർക്ക് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ ആ സപ്ലൈ വിഡ്രോ ചെയ്തപ്പോഴാണ് ഇവർക്ക് സപ്ലൈ ഇല്ലാതെ നമ്മുടെ അറിവിലോട്ട് വിജയം വന്ന് പറയുകയും, അപ്പോൾ ഈ ബംഗ്ലാവിൽ നിന്ന് ഈ പുള്ളി സപ്ലൈ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ പേരിൽ ഓണർ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കരടച്ച റെസിപ്റ്റോ ഉണ്ടെങ്കിൽ നമ്മൾ സപ്ലൈ തരാമെന്ന് പറഞ്ഞായിരുന്നു. അതനുസരിച്ച് പഞ്ചായത്തിൽ പോയിട്ട് PPL സർട്ടിഫിക്കറ്റും സ്ഥിരതാമസ സർട്ടിഫിക്കറ്റും 9/3 വീട്ടു നമ്പർ വെച്ചിട്ടാണ് തന്നത്. അപ്പം ഞാനും എൻ്റെ സബ് എഞ്ചിനീയറും കൂടെ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തി. അപ്പം ടോറിൻ്റെ ആ നമ്പറും കറക്റ്റാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. ചെക്ക് ചെയ്തിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യാൻ പോയപ്പോഴാണ് ഓപ്ഷൻ്റെ വകയിൽ നിന്നും നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടുത്തിരുന്നു നമുക്ക് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് കൺസെൻറ്റിൻ്റെ പ്രശ്നം വന്നു. അപ്പോൾ അത് ഞാൻ വിജയനെ വിളിച്ച് ഞാൻ ഇൻഫോം ചെയ്തു. അതനുസരിച്ച് കളക്ടർ ഓഫീസിലും പിന്നെ നിങ്ങളുടെ ന്യൂസ് ചാനലിലൊക്കെ പോയിട്ട് ഞങ്ങളുടെ ഹയർ ഓഫീസറുടെ അടുത്തൊക്കെ പോയി കണ്ടിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഏകദേശം ഉച്ചയാകുമ്പോൾ 3/10/2025 വീണ്ടും സെക്രട്ടറി വിജയൻ്റെ പേരിൽ തന്നെ സപ്ലൈ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ തരികയും, ഇന്നലെ എൻ്റെ വിജയൻ്റെ മോനാണ് വന്നത്. ഒരു 12 മണിയൊക്കെ, ഏകദേശം 12 മണി വരും. അപ്പോൾ നമുക്ക് സർവീസ് വയർ മാത്രമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സപ്ലൈ കൊടുക്കാമായിരുന്നു. ഇത് OHയുടെ ലൈൻ ഉള്ള കാരണം കൊണ്ട് നമുക്ക് രാവിലെ കോൺട്രാക്റ്റ് അറേഞ്ച് ചെയ്ത് രാവിലെ തന്നെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 മണിക്ക് നമ്മൾ വർക്ക് ഫിനിഷിങ് ചെയ്തു. ഒരു 3:30-ക്ക് നമുക്ക് വിജയൻ്റെ ഫാമിലിക്കാർക്ക് സപ്ലൈ കൊടുക്കാനായിട്ട് സാധിച്ചായിരുന്നു. അപ്പോൾ അത് വന്നിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, കറണ്ട് ഇല്ലാതെ വീട് നമ്മൾ പോയി വേണം, ബോർഡിലുള്ളവർ പോയി കണ്ടെത്തി സപ്ലൈ കൊടുക്കണമെന്നാണ്. അപ്പോൾ ആ രീതിയിൽ ഇതിൽ PPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നമ്മൾ ബോർഡിൻ്റെ ഏകദേശം ഒരു 45,000 രൂപ അടുത്ത് ചിലവ് ഉള്ളതാണ്. അത് ആ രീതിയിലാണ് പുള്ളിക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, AX, ഡെപ്യൂട്ടി ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഈ ഹാഷിൻ്റെയും കാര്യം ഏറ്റവും ആദ്യമേ വെളിയിലേക്ക് എത്തിക്കുന്നത്, അധികാരികളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ റെയിൻബോ TV തന്നെയാണ്. അതിന് സപ്പോർട്ട് ചെയ്ത എൻ്റെ ചാനലിലെ എല്ലാ ആളുകൾക്കും, എല്ലാ പ്രേക്ഷകർക്കും ഈ അവസരത്തിൽ ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കുകയും കൂടി ചെയ്യുകയാണ്. വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട്ടിൽ നിന്നും ജിക്കോ വളപ്പിൽ.